and welcome to Comedy Master. ഹായ് തങ്കു, ഭയങ്കര പിങ്കി ആയിട്ടിരിക്കുന്നല്ലോ തങ്കു. പിങ്കി ലിറ്റിൽ സ്റ്റാർ. ചേച്ചി ചിന്തിയടാ, ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ, എനിക്ക് മാത്രമേ അവിടെ കാണുന്നുള്ളല്ലോ. ഞാനേ ഇതാണ് എന്റെ ബാക്ക് സൈഡ് സ്റ്റക്ക്. ഞാൻ നീട്ടാൽ ഇത് എന്റെ കൂടെ ഇത്രയും വലുതാ. ഇന്ന് ഞാൻ നടന്നാൽ എന്റെ കൂടെ ഒരു സോഫ ഉണ്ടാവും കൂടെ. ചേച്ചി ഇവിടെ നോക്കുമ്പോഴേ ചേച്ചിയുടെ തല മാത്രം ആരോ അവിടെ കൊണ്ടുവച്ചിട്ട് പോയേക്കും. മോനെ, ഞാൻ എണീറ്റ് നിന്നാൽ ചേച്ചി അതിന്ന് വിട്ടില്ലല്ലേ? അവിടെ തന്നെ ആയിക്കല്ലേ? അല്ല മക്കളെ, നമ്മൾ ഇങ്ങനെ ഇരുന്നാ മതിയോ? നമുക്ക് അവിടെ പരിപാടി അങ്ങ് ഓൺ ആക്കണ്ടേ? പ്രത്യേക സൈഡിൽ ഒരു ആബ്സെൻസ് ഫീൽ ചെയ്യുന്നുണ്ടോ? അയ്യോ, കോമഡി മാസ്റ്റേഴ്സിന്റെ വേദിയിൽ ഇന്ന് ഏത് ടീമാണ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറയുന്നില്ല, പക്ഷെ അത് വീഡിയോ പറയും. കണ്ടോളൂ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടി കൊടുക്കണ മലബാർ ബീഫ് ബിരിയാണി. പച്ചമയമാണല്ലോ, പച്ചമയമാണ്. പക്ഷെ ഇവരാണ് നമ്മുടെ സ്വന്തം വില്ലേജ് ഫുഡ് കേരള. ഇവരുടെ ഒരു പവറും ഇവരുടെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളെല്ലാരും ഒരുപാട് സോഷ്യൽ മീഡിയ കൂടെ കണ്ടിട്ടുള്ളതാണ്. സുഖമായിട്ടിരിക്കുന്നു എല്ലാരും? ഇന്ന് ഭയങ്കര അടിപൊളി ലുക്കിലാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. എന്താണ് ഈ കണ്ണാടിയൊക്കെ വെച്ച്? ഇന്നത്തെ ദിവസം ഒരു വമ്പൻ പ്രത്യേകമുള്ള ദിവസമാണ്. ഞങ്ങൾ എന്താന്ന് പറഞ്ഞുതരാം. അതെ, പത്തനംതിട്ടയിൽ ജനിച്ച് റെയ്ബാൻ ഗ്ലാസ് വെച്ച് തോള് ചരിച്ച് മലയാളികളുടെ അഭിമാനമായ നമ്മുടെ സ്വന്തം ലാലേട്ടൻ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ടൻ. വെറുതെ ആണോ ഇത്രയും നല്ല അടിപൊളി എന്താ പറയുക ലുക്കിൽ വന്നിരിക്കുന്നത്, റേബാനൊക്കെ വെച്ചിട്ട്? അപ്പൊ നമുക്ക് ഇവരുടെ ഒക്കെ പേരുകളൊക്കെ നമുക്കൊന്ന് അറിയണം. കാരണം നമ്മൾ അവരാകെ കാണുമ്പോൾ മറ്റേ വില്ലേജ് ഫുഡ് കേരള എന്നുള്ള പേരിലല്ലാണ്ട് ശരിക്കുള്ള പേര് നമുക്ക് അറിയത്തില്ല. അപ്പൊ എന്തായാലും പേര് ഒന്ന് പറഞ്ഞു. എന്റെ പേര് ശാരദ. ശാരദ എവിടുന്നാ വരുന്നേ? പാലക്കാട് മുണ്ടൂര്. പറഞ്ഞു ആ സ്ലാങ്ങിൽ തന്നെയായി. ഞങ്ങളെ സ്വന്തം ഭാഷയാണത്, ഞങ്ങൾ തന്നെ വരുള്ളൂ. അങ്ങനെ തന്നെ വരുള്ളൂ. അതെ, ശരി, ഓക്കെ. അടുത്ത ചേച്ചി പേരെന്നാ? ജയപ്രഭ. ജയപ്രഭ. ചേച്ചിയുടെ സ്ഥലവും മുണ്ടൂര് തന്നെയാണ്. എന്റെ പേര് രജനി, ഞാൻ കൽപ്പാത്തി. കൽപ്പാത്തി. എന്റെ പേര് ധന്യ, മുണ്ടൂര്. മുണ്ടൂര്. എന്റെ പേര് ഷീജ, മുണ്ടൂര്. മുണ്ടൂര്. ഓക്കെ. നിങ്ങളൊക്കെ എങ്ങനെയാ പരിചയപ്പെട്ടത്? ഞങ്ങളെല്ലാവരും ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവരാ. തേജസ് ബേക്കറി എന്ന് പറഞ്ഞൊരു സ്ഥാപനത്തിൽ ബേക്കറിയിൽ വർക്ക് ചെയ്യുന്നവരാ. അപ്പൊ ഈ ബേക്കറിയുടെ ഇടയ്ക്ക് എങ്ങനെയാണ് നിങ്ങൾ ഈ കുക്കിങ്ങിൽ സമയം കണ്ടെത്തുന്നേ? ഇതില് ഏറ്റവും കൂടുതൽ പറയേണ്ടത് വെച്ചാൽ ഓണറാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് ശരി അങ്ങനെ തുടങ്ങിയത്. ചെയ്തോളൂ എന്ന് പറഞ്ഞു. ചെയ്തോളൂ. പക്ഷെ എന്തായാലും ഭയങ്കര അടിപൊളിയാണ് നിങ്ങളുടെ ചാനലാണെങ്കിലും വീഡിയോസും കാര്യങ്ങളൊക്കെ. അപ്പൊ എന്തായാലും ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ബർത്ത്ഡേ. ലാലേട്ടന്റെ ബർത്ത്ഡേ. ശ്വേത ചേച്ചിനോട് ചോദിക്കട്ടെ, ബിക്കോസ് ലാലേട്ടനുമായിട്ട് വളരെയധികം ക്ലോസ് കണക്റ്റഡ് ആണ് ശ്വേത ചേച്ചി. ലാലേട്ടന്റെ ബർത്ത്ഡേ വിഷസ് ഇത് കയ്യോടെ ഒന്ന് കൊടുത്തേക്കുകയും ചെയ്യും. ഓ ഷോ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാരും, ഞാൻ മൂപ്പരെ എപ്പോഴും വിളിക്കുന്ന ഒരു വേർഡ് ലാലേട്ടനല്ല, ഞാൻ വിളിക്കുന്നത് ലാട്ടാന്നാണ്. അത് ഞാൻ സിനിമ വരുന്നതിന് മുമ്പ് തന്നെ അച്ഛനമ്മേൻ്റെ നമ്മളെ ഫാമിലീനെ അറിയുന്ന ഒരാളാണ്. പിന്നെ ഒബ്വിയസ്ലി ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ വന്നു, ഒരുപാട് ഷോസ് ചെയ്തു, സിനിമകൾ ചെയ്തു. മൂപ്പരുടെ ഒരു കൂളായ ഒരു ആറ്റിറ്റ്യൂഡാണ് ഏറ്റവും ആദ്യം നമ്മളെല്ലാവരും പഠിക്കുക. അല്ലാതെ ഹി ഡസൻ ടേക്ക് എനിത്തിങ് ടു ഹാർട്ട്. എന്താ, ഐ എം ജസ്റ്റ് വിഷിംഗ് ഹിം ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ലാട്ട. മൂപ്പരുടെ ഇപ്പോഴത്തെ ഒരു സിനിമ തുടരും, കറക്റ്റ് വേർഡാണ്. ലാലേട്ടന്റെ ജേർണി ഇങ്ങനെ തന്നെ ജീവിതത്തിൽ ഇങ്ങനെ തുടരട്ടെ. ലാട്ടാ, ലവ് യു ഉമ്മ. അപ്പൊ നമ്മളായിട്ട് ഇന്ന് നിങ്ങളാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഹാപ്പി ആണോ? ഹാപ്പിയാണ്. ലാലേട്ടന്റെ സ്പെഷ്യൽ ബർത്ത്ഡേ കൂടിയാണ് ഇന്ന്. അപ്പൊ നമ്മളോടൊപ്പം ഫുൾ അടിച്ച് പൊളിക്കുക, ചിരിക്കുക. ഓക്കെ. എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ ഞങ്ങൾക്ക് വേണ്ടി? ഞങ്ങൾ ഞങ്ങളുടെ പാലക്കാട് അരിമുറുക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വരുന്നറിഞ്ഞപ്പോ തന്നെ എന്തെങ്കിലും ഉണ്ടാവുന്ന ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കൊണ്ടുവന്നിട്ടുണ്ട്, എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പൊ കിട്ടും അരിമുറുക്ക്? കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങള്. അത് തായോ? അതാ എവിടെ നമ്മുടെ അരിമുറുക്ക്? ഇവര് കൊണ്ടുവന്ന അരിമുറുക്ക് ഇവിടെ വെച്ചിരിക്കുകയാണ്. പോയി ഫ്ലോറിൽ കയറി വരുമ്പോ വാങ്ങിക്കൊണ്ട് പോയാ. നിങ്ങളുടെ ഇതൊക്കെ ക്യാമറ ചെയ്യുന്ന
ആരാ അപ്പൊ? ഞങ്ങളുടെ ഒരു ക്യാമറമാൻ ഉണ്ട് ഞങ്ങളുടെ കൂടെ. എവിടെ? അപ്പൊ ക്യാമറമാനോട് പറ അരിമുറുക്കായിട്ട് ഇങ്ങോട്ട് വരാൻ. വാ അങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാന്ന്. താങ്ക് യു. പാലക്കാടൻ അച്ചപ്പവും അരിമുറുക്കും നല്ല ഫ്രഷ് സാധനം ഇവിടെ എന്റെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. ഇത് ചെറുതല്ല, നല്ല വലിയ സാധനങ്ങൾ തന്നെയാണ്. അതും ഒരു കൊട്ട നിറച്ച് കിട്ടിയിരിക്കുകയാണ്. താങ്ക് യു. എന്തോ ഞാൻ ആരും വിളിച്ചാ കേക്കത്തില്ല. ഇല്ലില്ല, എനിക്ക് കേക്കണ്ട. 7 ഇനം പലഹാരമല്ലേ അണ്ണ? നിങ്ങളെ 7-ാം മാസം വിളിച്ചോണ്ട് പോകാമെന്ന് 7 പലഹാരം ഉള്ളത് കൊണ്ട് 2 ഉള്ളൂ. ഇത്രയും കൊണ്ടുവന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇവിടെ പെർഫോമൻസ് കിടക്കുമ്പോഴേ ഇവിടെ ഫ്യൂഷൻ ആയിരിക്കും. ഉറപ്പായിട്ടും. ഇതാരാ ഈ 2 പയ്യന്മാരായിരിക്കാ? ഇത് ഞങ്ങളുടെ ക്യാമറമാനാണ് ഒന്ന്. ആഹാ, ഒന്ന് ക്യാമറമാനാണ്. ആരെ ക്യാമറമാൻ? പേരെന്നാ? കാർത്തിക് ആണ് അപ്പൊ ക്യാമറ മൊത്തം ചെയ്യുന്നത്. ആൻഡ് മറ്റേ ആളുടെ പേര്? എന്റെ പേര് അജയ്. ഹായ് അജയ്. എന്താ ചെയ്യുന്ന അജയ് ഇവരുടെ കൂട്ടത്തില്? കണ്ടന്റ് ക്രിയേറ്റർ ആണ്. പക്ഷെ എളുപ്പമല്ലേ? കണ്ടന്റ് അധികം വലിയ പാടൊന്നും വരാറില്ലല്ലോ. നോക്കിക്കോളും. ഇവർക്ക് തന്നെ എല്ലാം ഉണ്ട്. ഫ്ലോയിൽ വിട്ടുപോയാൽ മതി. അപ്പൊ ഇന്നത്തെ ഈ കണ്ടന്റ് ആരുടെ ഐഡിയ ആയിരുന്നു? ചേച്ചിമാരെ തന്നെ ഐഡിയ. സോ ക്യൂട്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഒരു കൊട്ട നിറച്ച് സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടു തന്നപ്പോ ഞങ്ങൾക്ക് തിരിച്ചു തരാൻ പറ്റുന്ന സ്നേഹവും തമാശയും ചിരി മാത്രമാണ്. മതി അത് മതി, ഞങ്ങൾക്ക് അത് മതി. അത് കേട്ടാ മതി. നമുക്ക് എന്ത് വേണം? അതെ, എന്റെ ജോലി പോകുന്ന തോന്നുട്ടോ. എന്നെക്കാട്ടിലും വർത്താനം പറയുന്നുണ്ട്. ശരി, അപ്പൊ നമുക്ക് ഇനി കൂടുതൽ വർത്താനം പറയണ്ട. നമുക്ക് ഇരുന്ന് ചിരിക്കാനുള്ള സമയമേ. ദേ അവിടെയാണ് നിങ്ങളുടെ സീറ്റ്. ശരി, നമ്മളോട് ഇരിക്കാം, എൻജോയ് ചെയ്യാം. ഓക്കെ ഓക്കെ. എനിക്ക് കൈയടിക്കാൻ പറ്റില്ല, എല്ലാം പൊടിഞ്ഞു. ചേച്ചിമാര് ഹാപ്പി അല്ലേ? ഞാൻ അതിലേറെ ഹാപ്പിയാ. ഓരോന്നും കഴിച്ച് അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. അത് ഞാനേ നിന്റെ അമ്മന്റെ അടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അത് മറന്നുപോയി. എന്താ ഇന്ന് നിന്റെ മമ്മിയുടെ ബർത്ത്ഡേ അല്ലേ? അതുകൊണ്ട് അപ്പൊ പറഞ്ഞ് നിന്നെ അങ്ങനെ വണ്ണം കൂടാൻ സമ്മതിക്കരുതെന്ന്. ഞാൻ അത് മറക്കുകയും ചെയ്തു. പണ്ട് ഞാൻ എന്തെങ്ങനെ ചെയ്യും? ഇങ്ങനെ വെക്കണേ, അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തല്ലോ. ആർക്കെങ്കിലും ഒരു അയൽക്കൂട്ടം ഫീൽ ചെയ്തോ? ആഹാരം കണ്ടിട്ടില്ല. ടേസ്റ്റ്. എന്തായാലും ലാലേട്ടന്റെ ബർത്ത്ഡേ നമുക്കും കൂടെ സ്പെഷ്യൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ചേച്ചിമാരും കിടിലമാണ്. ചേച്ചിമാര് കൊണ്ടുവന്ന പലഹാരവും നല്ലതാണ്. കറുമുറ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ചെറിയ സർപ്രൈസ് ഞാൻ തരാൻ പോവാണ്. വേറെ ഒന്നുമല്ല, എല്ലാവർക്കും ലാലേട്ടൻ്റെ സിനിമകളുടെ പേരുകൾ അറിയാം, കഥാപാത്രങ്ങൾ അറിയാം. പക്ഷേ റിലീസിങ് ഡേറ്റോ അല്ലെങ്കിൽ ഇത് എന്നാണ് റിലീസ് ചെയ്ത ആ ഒരു ഓർഡറൊക്കെ എന്ന് പറയുന്നത് വളരെയധികം ഡിഫിക്കൽട്ട് ആയിരിക്കും ഓർത്തിരിക്കുക എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഓർത്തിരിക്കുന്ന ഒരു ഹാർഡ് കോർ ലാലേട്ടൻ ഫാൻ ഒരിക്കൽ നമ്മുടെ എപ്പിസോഡിൽ വന്നു. അതിനുശേഷം ആ വ്യക്തിയോട് നമ്മൾ പറഞ്ഞു ആഗ്രഹങ്ങളെല്ലാം സാധിക്കട്ടെ എന്ന് പറഞ്ഞു പോകുന്ന ആ വ്യക്തിക്ക് എന്താണോ ആഗ്രഹിച്ചത് അത് സാധിക്കുകയും ചെയ്തു. അതായത് ലാലേട്ടനെ കാണാനും സാധിച്ചു. അപ്പൊ ആ പറയുന്ന വ്യക്തി എന്ന് പറയുന്നത് അലിനു ആണ്. അപ്പൊ അലിനുവിനെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ലെറ്റ്സ് വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് മിസ്റ്റർ അലിനു. ഒരുപാട് സന്തോഷമുണ്ട് അലിനു. വെൽക്കം ബാക്ക് ടു കോമഡി മാസ്റ്റേഴ്സ്. ഒരു പക്ഷെ ഇവിടുന്ന് പോയതിനു ശേഷം ഒരു ഒറ്റ പറക്കലായിരുന്നു. അതെ, ചെറുതായിട്ട്. അന്ന് വന്നത് ഒരു അത്യാവശ്യം അടിപൊളി വേഷത്തിലാണെങ്കിൽ ഇന്ന് ഭയങ്കര വലിയ വേഷത്തിലാണല്ലോ വന്നിരിക്കുന്നത്. എന്താണിത്? ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒരു മെഡൽ ഉണ്ട്. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ മെഡലുമായിട്ടാണ് തിരിച്ചത് ഇവിടെ വന്ന് നിൽക്കുന്നത്. എന്താണ് സംഭവം അലിനു? ഇത് അന്ന് പരിപാടി ചെയ്തിട്ടില്ലേ? അപ്പൊ അതിനുശേഷം ഞാൻ റെക്കോർഡിന് വേണ്ടി അപേക്ഷിച്ചിരുന്നു. അപ്പം അങ്ങനെ റെക്കോർഡ് കിട്ടി. പക്ഷെ അതല്ല ഏറ്റവും വലിയ കാര്യം. നമ്മുടെ പരിപാടി കഴിഞ്ഞ ശേഷം ഏറ്റവും വലിയ ആഗ്രഹം, അലിനുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ലാലേട്ടനെ കാണണം എന്നുള്ളതായിരുന്നു. കണ്ടു. കൂടെ ഒന്ന് ഫോട്ടോ എടുത്തു. അടിപൊളി. ഈ ആഗ്രഹത്തിന് പിന്നാലെ പോകുന്ന സമയത്ത് ഒരുപാട് ചാനലുകളിലേക്ക് ഞാൻ ഇങ്ങനെ ഒരു വേദി കിട്ടാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അമൃത TV ആണ് എനിക്കൊരു അവസരം തന്നത്. താങ്ക് യു അമൃത TV. പ്രോഗ്രാം കോർഡിനേറ്റർ അരുണേട്ടനാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ ഇവിടെ എത്തിയത്. അപ്പൊ താങ്ക് യു അരുണേട്ട. അന്ന് നമ്മളെടുത്ത് ഇവിടെ വന്ന് നിന്ന് നമ്മുടെ ഷോയിലെല്ലാം പറഞ്ഞു, ഫുൾ പേരുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞെട്ടിച്ചു. പക്ഷെ അത് ഓൾറെഡി നമുക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ഇന്ന് നമുക്ക് വേറെ രീതിയിൽ എല്ലാവരെയും ഞെട്ടിക്കണം. അത് ഞാൻ കുറച്ചുകൂടി ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. അതായത് സിനിമകളുടെ പേര് മാത്രമല്ല, സിനിമകളുടെ പേര് പറയുകയാണെങ്കിൽ ഞാൻ അതിലുള്ള കഥാപാത്രത്തിന്റെ പേര് കൂടിയും പറയാൻ ശ്രമിക്കാം. കഥാപാത്രങ്ങളുടെ പേരുകളും കൂടെ പറയാൻ ശ്രമിക്കാം. ശ്വേത ചേച്ചിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ലാട്ടയുടെ ഒരു മൂവി കാക്കക്കുയിൽ. ശിവരാമൻ. ഒറ്റടിക്കാനെ കിട്ടിയ സർവകലാശാല. ലാൽ.
ആണോ? ലാലേട്ടൻ. ലാലേട്ടന്റെ പേര് ലാലേട്ടൻ എന്നാണ്. ലാൽ, അതെ. പിൻഗാമി ക്യാപ്റ്റൻ വിജയ് മേനോൻ. ഞാൻ ചോദിക്കട്ടെ, വാമനപുരം ബസ് റൂട്ട്. ലിവർ ജോണി. പൊളി പൊളി പൊളി. ചേച്ചിമാരെ, ദേവാസുരം. മംഗലശ്ശേരി നീലകണ്ഠൻ. ഭയങ്കര ബുദ്ധിമുട്ടായി പോയി കേട്ടോ അത്. പുള്ളിക്കാരൻ ആക്ച്വലി റിലീസിംഗ് ഡേറ്റ് ഉൾപ്പെടെ പറയുന്ന ഒരു വ്യക്തിയാട്ടോ. ജസ്റ്റ് നോക്കുവാണേ. 90 ആദ്യ സിനിമ എയ് ഓട്ടാണ്. അപ്പോൾ എയ് ഓട്ടോ, അക്കരെ അക്കരെ അക്കരെ, നമ്പർ 20 മദ്രാസ്, മിൽഹി സൈനസ് അബ്ദുള്ള, മുഖം, കടത്തനട നമ്പാടി, താഴ്വാരം, അർഹത, ഇന്ദ്രജാലം, അപ്പു, ലാൽസലം, ധനം, ഭരതം, വസ്തുവാരം, വിഷ്ണുലോകം, അങ്കിൽമണി, തിലുക്കം, ഉള്ളടക്കം, കിഴക്കുണ്ടനും പക്ഷി, അഭിമന്യു, സദയം, കമലതളം, അഹം, രാശിൽപി, യോദ്ധ, അദ്വൈതം, സൂര്യഗായത്രി, നാടോടി, വിയറ്റ്നാം കോളനി, മിഥുനം, ദേവാസുരം, ബട്ടർഫ്ലൈസ്, മായാമയൂരം, ഗാന്ധർവം, ചെങ്കോൽ, കളിപ്പാട്ടം, മണിച്ചത്താഴ്, പവിത്രം, തേന്മാൻ കൊമ്പത്ത്, പക്ഷ, മിനാര, നിർണയം, സ്ഫടികം, തച്ചോൾ വർഗീസ്, ചേകോർ, മാന്ത്രികൻ, അഗ്നിവൻ, കാലാപ്പാനി, ദ പ്രിൻസ്, വർണ്ണപ്പകട്ട്, യാത്രമൊഴി, ചന്ദ്രലേഖ, ഗുരു, ആറനമ്പുരൻ, കന്മതം, ഹരികൃഷ്ണൻ, രക്സാക്ഷൽ, സിന്ദാബാദ്, അയാൾ കഥയതിയാണ്, സംവരണപത്ലയം, ഉസ്താദ്, ഒളിമിരൻ തുണി, ആദം, വാനപ്രസ്ഥം, നരസിംഹം, ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, ശ്രദ്ധ ദേവതൻ, കാക്കക്കൂലി, രാവണപ്രഭു, പ്രജ, ഉന്നതങ്ങളിൽ, അച്ഛനാണ് എനിക്കിഷ്ടം, ഒന്നാമൻ താണ്ഡവം, ചതുരംഗം, മിസ്റ്റർ ഉമ്മചാരി, കിളിച്ചുന ഓമ്പഴം, ബാലേട്ടൻ, അരിയരമ്പള ഹാപ്പിയാണ്, വാമനൂരും ബസ് റൂട്ട്, വിസ്മയത് തുമ്പത്ത്, വാണ്ടിഡ് നാട്ടുരാജാവ്, മഴക്കാലം, ഉദയനതാരം, ചന്ദ്രോത്സവം, മുടയോൺ നരൻ, തന്മാത്ര, കിലുക്കം കിലുക്കം, രസതന്ത്രം, വടക്കുന്നാഥൻ, കൃത്യക്കര, മാസംചന, ഫോട്ടോഗ്രാഫർ, ഭാവകല്യാണി, ചോട്ടമുംബൈ, ഹലോ ഹലീബായി, പരദേശി, റോക്കനോൾ, ഫ്ലാഷ്, കോളേജ് കുമാരൻ, ഇന്നത്തെ ചിന്താവിഷയം, മേഘൽ സാക്ഷി, മാടമ്പി, ആകാശഗോപുരം, കുരുക്ഷേത്ര, 2020, പകൽ നക്ഷത്രങ്ങൾ, റെഡ് ചില്ലി, സാഗർലശാഖി, ഭഗവാൻ പരമ്പരം, ഏഞ്ചൽ ജോൺ, ഇവിടെ സ്വർഗമാണ്, അലക്സാണ്ടർ തകേരി, ശിക്കാർ കാണ്ടാര, ക്രിസ്ത്യൻ ബ്രദേഴ്സ്, ചൈനട്ടോൺ, പ്രണയം, സ്നേഹവീട്, മരുഭൂമി കഥ, കാസ്നോവ, ഗ്രാൻഡ് മാസ്റ്റർ, സ്പിരിറ്റ്, റൺബീപരൻ, ലീലാവുലയിലെ, ലോക്പാൽ, റെഡ് വൈൻ, ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, കടൽ കടന്നു മാത്തുക്കുട്ടി, ഗീതാഞ്ജലി, ദൃശ്യം, മിസ്റ്റർ ഫോർട്ട്, കൂതറ, പെരിശായി, രസം എന്നും എപ്പോഴും, ലീലാവുലയിലെ, ലോഹം, കനൽ, ഒപ്പം, പുലിമുരുകൻ, മുന്തിരിവള്ളികൾ തിളക്കുമ്പോൾ, 1970 ബിയോണ്ട് ദ ബോർഡേഴ്സ്, വെളിവാടിന്റെ പുസ്തകം, വില്ലൻ ആദ്യ നീരാളി, കായംകുളം കൊച്ചുണ്ണി, ഡ്രാമ, ഒഡിയൻ, ലൂസിഫർ, ഇട്ടിമണി, ബിഗ് ബ്രദർ, ദൃശ്യം 2, മരക്ക, അറബിക്കടലിലെ സിംഹം, രോഡാടി, ആറാട്ട്, 12th മാൻ, മോൺസ്റ്റർ എലോൺ, നേര്, മലയക്കോട്ടെ, വാലിബൻ, ബറോസ്, ഓളവും തീരവും, എമ്പുരാൻ തുടരും. എമ്പുരാൻ തുടരും. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഓക്കെ, ഇത് ഞങ്ങൾ അംഗീകരിച്ചു. എന്നാൽ ഞാൻ വേറൊരു ചോദ്യം ചോദിക്കാം. Come on, ശ്രീവിദ്യ. ലേഡി സൂപ്പർ സ്റ്റാർ എലീന പടിക്കൽ അഭിനയിച്ച ഒറ്റ പടം പറയാമോ? ഒന്നേ ഉള്ളൂ, എന്നാലും പറയാമോ? ഞാൻ അഭിനയിച്ച പടോ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. അങ്ങനെ സാധ്യതയില്ല. എന്നാലും റിലീസ് ആയിട്ടില്ല. ചേട്ടൻ കണ്ടിട്ടുണ്ട്. ഏതേട്ടാ? അരമുറി തേങ്ങയും ചെരവയും. ഉടനെ കൈയടിച്ചോ കേട്ടോ ഓടുന്ന്. പൂച്ചയാണ് നായകനെന്ന്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, എന്നെ കളിയാക്കി. എന്തായാലും അലിനു ഇനിയും ഒരുപാട് ഒരുപാട് അവാർഡുകൾ നേടാൻ സാധിക്കട്ടെ. അലിനുവിനെ നമ്മളിപ്പോ കണ്ടെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഒരു കടുത്ത ഫാനായിട്ടാണ്.